بسم الله الرحمن الرحيم. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് പരിശുദ്ധമായ ശഅബാനിന്റെ ലൈലത്തുൽ നിസ്ഫി ശഅബാൻ എന്നറിയപ്പെടുന്ന അതിമഹത്തരമാകുന്ന നിർണായകമായ നിമിഷത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ബറാഅത്ത് രാവിലാണ്. അള്ളാഹു നാം ചെയ്തു വരുന്നതായ സകല സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ നന്മകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകല പാവങ്ങളും അള്ളാഹു മാപ്പാക്കി തരട്ടെ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ബറാഅത്തിന്റെ ഈ നിമിഷങ്ങളിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ കഴിയുമ്പോ ബറാഅത്തിനെ പറ്റി നാം മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. സഹോദരങ്ങളെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, ശാഫിഈ മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവർ അവിടുന്ന് പറയുന്നുണ്ട്, ബറാഅത്തിന്റെ രാവിലെ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ, അള്ളാഹുവിനോട് എന്തെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, നിങ്ങളുടെ ദുആ അല്ലാഹു തട്ടൂല. നിങ്ങളുടെ ദുആ അല്ലാഹു ഒന്ന് സ്വീകരിക്കുന്നതാണ്. ദുആ സ്വീകരിക്കുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ്. ദുആക്ക് ഇജാബത്തുള്ള 5 രാവുണ്ട്. റജബ് 27ന്റെ രാവ്, രണ്ടാമത്തെ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ബറാഅത്ത് രാവ്, പിന്നെ 2 പെരുന്നാൾ രാവ്, വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള ഈ മഹത്തരമായ സന്ദർഭത്തിൽ പ്രിയമുള്ള മുഅ്മിനേ, നിങ്ങൾക്ക് രോഗം മാറണോ, പ്രതിസന്ധി മാറണോ, വിഷമം മാറണോ, ദുഃഖങ്ങൾ മാറണോ, അല്ലാഹുവിനോട് നിങ്ങൾ കരഞ്ഞൊന്ന് ദുആ ചെയ്യ്. നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ, ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. ഒരു പ്രശ്നങ്ങളും നൽകല്ലേ അല്ലാഹ്. എന്തെല്ലാം ആവശ്യങ്ങളാണോ നിങ്ങൾക്കുള്ളത് അതെല്ലാം അല്ലാഹുവിനോടൊന്ന് ഏറ്റു പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹമീം വൽ കിതാബിൽ മുബീൻ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഇന്നാ കുന്നാ മുൻദിരീൻ. സഹോദരങ്ങളെ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാ, ഇന്നാ അൻസൽനാഹു, നാം പരിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കി, ഫീ ലൈലത്തിൻ മുബാറക, മുബാറക്കായ ആ രാത്രിയിൽ പരിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയിരിക്കുന്നു. മുബാറക്കായ രാത്രിയിൽ പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയാ. സഹോദരങ്ങളെ, നമ്മൾ കേട്ടിട്ടുള്ള എന്താണ്? ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിനാണെന്നല്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. കേട്ടതെന്താണ്? ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇറങ്ങിയതെന്നാണ്. പക്ഷെ ഇവിടെ പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, മുബാറക്കായ രാത്രിയിൽ പരിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ, പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിർവചനം കൊടുത്തുകൊണ്ട് തഫ്സീർ പറയുന്നു. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, മുബാറക്കായ രാത്രി എന്നത് ഇവിടെ കൊണ്ട് മുബാറക്കായ രാത്രി എന്നത് കൊണ്ടുള്ള ഇവിടുത്തെ ഉദ്ദേശം ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, അത് ശഅബാനിലെ നിസ്ഫിലെ രാത്രിയാ, അത് ബറാഅത്തിന്റെ രാവാ. അതുകൊണ്ട്
എന്റെ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, ഈ ഒരു നിർണായക നിമിഷം നിങ്ങൾ ആരും പാഴാക്കി കളയരുത്. എന്ത് ബുദ്ധിമുട്ടുണ്ടോ, എന്ത് പ്രശ്നമാണോ, എന്ത് പ്രതിസന്ധിയാണോ, എല്ലാം അല്ലാഹുവിനോട് ഏറ്റുപറ. എല്ലാം അല്ലാഹു കേൾക്കുന്നവനാണ്, എല്ലാം അല്ലാഹു അറിയുന്നവനാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു എല്ലാം കാണുന്നവരുമാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ഏറ്റുപറ. ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി നിസ്കരിച്ചതും നോമ്പനുഷ്ഠിച്ചതും ധാരാളമായ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തത് റമദാൻ മാസത്തെ കൂടാതെ ഈ പരിശുദ്ധമായ ശഅബാനിലാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാകണേ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, സഹോദരങ്ങളെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ബറാഅത്ത് രാവിലെ ആയിഷ ബീവി നോക്കുമ്പോ വല്ലാത്ത നിസ്കാരത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലേക്ക് അങ്ങ് പോയി. ആയിഷ ബീവി നോക്കി നിൽക്കുകയാ. എന്ത് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, സുജൂദിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ തലപൊക്കുന്നില്ല. ദീർഘമായൊരു സുജൂദിലാണ് അല്ലാഹുവിന്റെ റസൂൽ സുജൂദ് ചെയ്തുകൊണ്ടിരുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പൊന്നുമോളായ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നോമന ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, യാ ആയിഷ, എന്റെ പൊന്നുമോളെ ആയിഷ, ഞാൻ സുജൂദ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ആയിഷ? ഞാൻ നിസ്കരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ആയിഷ? ഞാൻ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾ നിനക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ ആയിഷ? നിന്റെ കൂടെ കിടക്കാതെ, നിന്റെ ആവശ്യത്തിന് ഞാൻ നിൽക്കാതെ മാറി നിന്ന് ഇബാദത്ത് ചെയ്യുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആയിഷ? ആയിഷ, ഞാൻ ഈ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ആയിഷ? സമയത്ത് ആയിഷ ബീവി എവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലരേ, അല്ലാഹുവിന്റെ ഹബീബരേ, അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് നബിയേ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല നബിയേ. അങ്ങ് ഈ ദീർഘമായ സുജൂദിൽ അങ്ങ് കിടന്നപ്പോ ഞാൻ വിചാരിച്ചു പോയി നബിയേ, എന്റെ മനസ്സൊന്ന് തോന്നിപ്പോയി നബിയേ, അങ്ങ് വഫാത്തായെന്ന് തോന്നിപ്പോയി നബിയേ. അത്രമേൽ അങ്ങ് ദീർഘമായ സുജൂദിൽ കിടന്നപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി നബിയേ, ഞാൻ അങ്ങനെ കരുതിപ്പോയി യാ ഹബീബല്ലാഹ്. സഹോദരങ്ങളെ, ഇതാണ് ഞങ്ങൾ പരിശുദ്ധമായ ഈ ശഅബാനിന്റെ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ബറാഅത്ത് രാവിലെ റസൂലിന്റെ സൽക്കർമ്മത്തിന്റെ ഒക്കെ പവർ ഇതാണ് സഹോദരങ്ങളെ. നാം മനസ്സിലാക്കണേ ഉമ്മമാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പവിത്രത നാം പാഴാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായിട്ടല്ലേ പഠിപ്പിച്ചത്, ذلك شهر يغفر الناس عنه بين رجب ورمضان. അല്ലാഹുവിന്റെ റസൂൽ ധാരാളമായി നിസ്കരിച്ചതും നോമ്പനുഷ്ഠിച്ചതും എന്തിനെന്നറിയോ? പരിശുദ്ധമായ റജബ് വരുമ്പോ റജബിന്റെ ചിന്തകളും, അങ്ങനെ റജബ് കഴിഞ്ഞ് ശഅബാനാവുമ്പോ അടുത്തത് റമദാനാണല്ലോ എന്നുള്ള ചിന്തയിലും ശഅബാനിനെ എല്ലാവരും മറന്നു പോകുന്ന മാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ധാരാളമായി നിസ്കരിക്കുന്നത്. മാത്രമല്ല, ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ നിർണയിക്കുന്ന പരിശുദ്ധമായ രാവാണ് ഇന്നത്തെ ബറാഅത്ത് രാവ്. വരുന്ന ദുൽഹിജ്ജയിൽ ആരാണ് ഹജ്ജ് ചെയ്യുന്നത്? ആരാണ് ഗൾഫിൽ പോകുന്നത്? ആരാണ് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നടക്കുന്നത്? ആരാണ് കിടപ്പിലാകുന്നത്? ആർക്കാണ് ക്യാൻസർ ഉണ്ടാകുന്നത്? ആർക്കാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്? ഇതെല്ലാം നിർണയിക്കുന്ന പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമ്മ, അല്ലാഹുവിനോടൊന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്ക്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സഹോദരങ്ങളെ, അല്ലാഹുവിനോടൊന്ന് നിങ്ങളൊന്ന് ദുആ ചെയ്യ്. അല്ലാഹ് അല്ലാഹ്
മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാ. സഹോദരങ്ങളെ, അല്ലാഹു ഈ പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവിലെ 7 ആകാശത്തിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് അല്ലാഹു ചോദിക്കും, അലാ മുസ്തഗ്ഫിരിൻ, ആർക്കാണ് പാപമോചനം വേണ്ടത്? ആരാണ് എന്നോട് പാപമോചനം തേടുന്നത്? ഫഉഗ്ഫിറ ലഹു, അവന് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. ആർക്കാണ് റിസ്ക് വേണ്ടത്? ആർക്കാണ് സമ്പത്ത് വേണ്ടത്? ആർക്കാണ് ഭക്ഷണം വേണ്ടത്? അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതാണ്. ആർക്കാണ് ആഫിയത്ത് വേണ്ടത്? അവർക്ക് ഞാൻ ആഫിയത്ത് കൊടുക്കുന്നതാണ്. ഇങ്ങനെയെല്ലാം അല്ലാഹ് പറഞ്ഞെങ്കിൽ നാം ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്. ഈ പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവിൽ അത് എഴുന്നേറ്റുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യ്. അല്ലാഹുവിന്റെ ദർബാറിലേക്കൊന്ന് കൈ ഉയർത്തുമ്മ. അല്ലാഹു ഒരിക്കലും തട്ടില്ല. അല്ലാഹു വെറുതെ ആക്കില്ല ഉമ്മ. അല്ലാഹു വെറുതെ ആക്കില്ല ഉമ്മ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ.